നാളത്തേക്കും മഞ്ഞ എന്ന് പറഞ്ഞാൽ -4 -5 ഡിഗ്രി തണുപ്പാണ് വരാൻ പോണേ. മഞ്ഞുണ്ടാവും അറിയില്ല. ഇന്നിപ്പം മഴ പെയ്തിട്ട് കിടക്കണോണ്ട് ഈ വെള്ളം മുഴുവൻ കട്ടയാവും. സോ ഡ്രൈവിംഗ് ഒന്നും അത്ര ഈസി ആയിരിക്കില്ല. ഹ്യൂസ്റ്റണിലൊക്കെ മഞ്ഞ് ഇങ്ങനെ പെയ്യാറില്ലാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല. ലോകം അവസാനിക്കാൻ പോണ പോലെ വല്ല വെകിളി പിടിച്ച പോലെ എല്ലാവരും വാൾമാർട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയി 3 ദിവസത്തേക്കുള്ള പർച്ചേസിന് വേണ്ടി ഒരു ലോഡ് ആൾക്കാർ പോയി ലോഡ് സാധനവും വാങ്ങിച്ച്. എൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല സത്യം പറഞ്ഞ. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, അതെന്തെങ്കിലും ആകട്ടെ, നമുക്കറിയത്തില്ലാതെ ചിലപ്പോൾ കാര്യമായിരിക്കും. നമ്മളറിയാൻ മേലാത്ത കാര്യത്തെപ്പറ്റി നമ്മളിങ്ങനൊന്നും പറയേണ്ടതില്ല. ഐ ആം സോറി, മൈ ബാഡ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. സോ അതൊരു ഇത് അങ്ങോട്ടേക്ക് കുറച്ച് പച്ചപ്പും കാടും പോലെ പിടിച്ചെടുക്കുക. സോ ഇതാണ് എൻ്റെ കട. സോ ഇവിടെ ഫുള്ള് അലമ്പ് നടക്കുന്ന ഏരിയ കേട്ടോ. അവിടെ ഒരു ഫ്ലാറ്റ് ബെഡ് കിടപ്പുണ്ട് നമ്മുടെ ട്രെയിലറിൻ്റെ ഒക്കെ. ഞാൻ മിക്കവാറും 99.9% സാധ്യത ഞാൻ വീട്ടിൽ പോകാൻ സാധ്യത കുറവ്. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മുതലാളിയും ഞങ്ങൾ രണ്ടുപേരോടെ ഡബിൾ ഷിഫ്റ്റ്, ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കമ്പനി അടിച്ച് ഓളം പിടിച്ചൊരു എന്നാ പറയുക ചെറിയ മിനി വെക്കേഷൻ പോലെ കടയിൽ തന്നെ കൂടാനുള്ള പരിപാടിയാണ്. അപ്പോൾ സോ അവിടെ ആയിരിക്കും മിക്കവാറും ഞാൻ ടെൻറ്റ് പിച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ സഹിക്കാൻ പറ്റുന്ന തണുപ്പാണെങ്കിൽ അകത്തേക്ക് മാറ്റും കേട്ടോ. സഹിക്കാൻ പറ്റുന്ന തണുപ്പാണെങ്കിൽ ഞാൻ ടെൻറ്റ് അവിടെ പിച്ച് ചെയ്ത് നല്ല ഫുൾ ക്ലോത്ത് ചെയ്ത് അവിടെ കിടക്കാനേ സാധ്യതയുള്ളൂ. ബാർബിക്യൂ വെക്കാനുള്ള ഗ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വണ്ടിക്കകത്തുണ്ട്. കംപ്ലീറ്റ് പ്രിപ്പയർഡ്, ഫുൾ പരിപാടി. വണ്ടിക്കകത്ത് നിറച്ച സാധനങ്ങളാണ്. ബാർബിക്യൂ ഗ്രില്ലുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, സ്ലീപ്പിംഗ് ബെഡ്സിനുള്ള സംവിധാനങ്ങളുണ്ട്. കംപ്ലീറ്റ് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നേക്കണേ. സോ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഓളം പിടിച്ച് ജോലി ചെയ്യാൻ പോകും. നാളെ നമ്മുടെ മിക്കവാറും ആൾക്കാർ വരാനേ സാധ്യതയില്ല. സോ വൻ വൈബാക്കി ജോലി ചെയ്യുമ്പോൾ എൻ്റെ പരിപാടികൾ ഇപ്പം നടക്കുന്നത് ഫുൾ പ്രിപ്പയർഡ് ആട്ടോ. ഞാൻ എയർ ഫ്രയർ, ചിക്കൻ, ബ്രോക്കോളി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രോക്കോളി, ചിക്കനുണ്ട്, മസാലകളുണ്ട്, ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രില്ലുണ്ട്, ചാർക്കോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ എല്ലാം ഉണ്ട്, ഫുൾ സെറ്റാണ്. ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കനൊക്കെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ചിക്കനൊക്കെ ആയിട്ടുണ്ടോ? യെസ്, ഒരു ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇത് ബ്രോക്കോളി വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ പ്രിപ്പയർഡ് ബ്രോ. ഇങ്ങനെയുള്ള സമയങ്ങൾ റോബറിക്കുള്ള സാധ്യതകൾ കൂടുതൽ. ആൻഡ് ഓൾ സെറ്റ് ടു ഗോ മാൻ. Glock 19 ആൻഡ് Glock GX4 ഓൾ സെറ്റ്. എല്ലാം സെറ്റാണ്. ഞാനത് ഉപയോഗിക്കാനൊന്നും പോണില്ല കേട്ടോ. എൻ്റെ ബൈക്ക് കാറ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് വല്ലതും ബൈക്ക് ഇവിടെ കൊണ്ടുവരാറുണ്ടല്ലോ. ബൈക്ക് വല്ലതും ആരെല്ലാം കട്ടോണ്ട് പോകുന്നുള്ള പേടിയും കൊണ്ട് നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ വെച്ചേക്കുന്നതാണ്. ഞാനത് ഉപയോഗിക്കൊന്നുമില്ല. നമ്മുടെ മുതലാളിയുടെ കേട്ടോ, എൻ്റെ ഒന്നുമല്ല. ഞാൻ പാവമാണ്, ഞാൻ ഇന്നസെൻറ്റ് ബോയ് ആണെന്നൊക്കെ. യെസ്, ഇപ്പം നിലവിലിവിടെ വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ പയ്യെ തണുപ്പ് കയറി വരും. ഷാൽ കീപ്പ് അപ്ഡേറ്റിംഗ് യു. പക്കണം ഇത് വേറെ ദിവസം റെക്കോർഡ് ചെയ്യണതാ. അന്നത്തെ ആദ്യത്തെ ദിവസം ഞാനാണെങ്കിൽ 14-15 മണിക്കൂർ ഷിഫ്റ്റ് അടിച്ചിട്ട് ഒരു 5 മണിക്കൂർ പുറത്ത് മഴയായതുകൊണ്ട് എനിക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂളറിൻ്റെ അകത്ത് ടെൻ്റ് അടിച്ചു. അത് ഞാൻ ഇടയ്ക്കുന്ന കേട്ടോ കാണിക്കണേ. എനിക്ക് അത്ര ലോഗ് എടുക്കാമെന്നും അറിയത്തില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ 36 മണിക്കൂർ 37 മണിക്കൂർ അങ്ങോട്ട് ഷിഫ്റ്റാണ്. സോ പല ദിവസങ്ങൾ കൂട്ടിക്കുഴച്ചൊക്കെ ഞാൻ വീഡിയോ ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 5-10 ദിവസം കഴിഞ്ഞ്, എന്നിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയിൽ കയറ്റാനായിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പുറത്ത് മഴയാണ്, നല്ല തണുപ്പുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം മഴയും കൂടെ ഉണ്ട്. സോ അതുകൊണ്ട് പുറത്ത് ടെൻ്റ് അടിച്ചാൽ അത്ര രസം ഉണ്ടാവാൻ സാധ്യത കുറവായതുകൊണ്ട് നമ്മളിന്ന് വാക്കിൻ കൂളറിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രാന്താണ് ആലോചിക്കണേ. വാക്കിൻ കൂളറിനകത്ത് ഇത് ഫ്രിഡ്ജിനകത്ത് കിടക്കാൻ പുല്ല്. ഓക്കെ, ഇത് കാണുന്ന മോസ്റ്റ് ഓഫ് ദം എൻ്റെ ഫാമിലി മലയാളി ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ വന്നിട്ടില്ലാത്ത പാമ്പിടിച്ച മനുഷ്യരായിട്ട് എൻ്റെ കുടുംബക്കാർ. അവരോട് ഞാൻ പറയണം, എനിക്കത്ര വേറെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, എല്ലാവർക്കും ഇതാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് പോലത്തെ ഒരു സംവിധാനം. നമ്മുടെ ഈ ഡ്രിങ്ക്സ്, അതായത് സോഡകൾ, ജ്യൂസുകൾ, നമ്മുടെ ബിയറുകൾ, ഇതൊക്കെ തണുപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് ഡോറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇവിടെ നിന്ന് നേരെ എടുത്താൽ മതി. സോ ഇതാണ് ആ ഒരു സ്പോട്ട്. സോ ഇതിനകത്താണ് നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ച് കിടക്കാൻ പോകുന്നത്. തണുപ്പൊന്നും മെനക്കൊരു പുത്തറിയല്ല എന്നും പറഞ്ഞുകൊണ്ട് തോമാച്ചൻ ഇതാ ക്യാമ്പിംഗ് ഇൻസൈഡ് കൂളർ. ബ്രോ അതാണ് എൻ്റെ ക്യാപ്ഷൻ. ക്യാമ്പിംഗ് ഇൻസൈഡ് കൂളർ, അതാണ് എൻ്റെ ക്യാപ്ഷൻ. ഓക്കെ, ദൈവമേ, ഇത് കണ്ടോണ്ട് ആരും കേസുമായിട്ട് വന്നേ. കേസും കാലത്തും കൊണ്ടൊന്നും വന്നേക്കരുത്. ഇതിനകത്ത് ക്യാമ്പ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല. I can't travel back home, bro. നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോവുകയാണ്. ടെൻറ്റിൽ എൻ്റെ മുന്നേ വാക്കിംഗ്, ഇത് സൈക്കോ പരിപാടിയാട്ടോ. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ.
വേറെ വഴിയില്ലാത്തതുകൊണ്ടാ, പുറത്ത് ടെന്റ് അടിക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. എന്റെ ദൈവമേ, ഇതൊക്കെ കാണുന്ന ആൾ എന്റെ മുതലാളി എന്നാ പറയോ എന്തോ. ഓക്കെ ഹബീബി, എന്റെ ഒരു നേച്ചറാട്ടോ. ലൈക്ക് എനിക്ക് തണുപ്പ് അത്രയും പെട്ടെന്ന് ഏക്കുകയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രോമൊക്കെയാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തണുപ്പ് അങ്ങനെ ഏക്കത്തില്ല. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് ഏക്കുകയില്ല. പക്ഷെ ഉറങ്ങി എന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് സാധാരണ മനുഷ്യനേക്കാളും തണുക്കും. ഉരുള വറക്കാൻ തോന്നുന്നു ഞാൻ, എനിക്ക് അറിയത്തില്ല. ഓക്കെ, ക്യാമ്പിംഗ് പരിപാടികളിലേക്ക് ഇനി കിടക്കാൻ സ്ഥലമില്ലാതെ വന്നാലും മുറ്റത്താണെങ്കിലും കിടക്കാനുള്ള കപ്പാസിറ്റി, ഐ മീൻ കിടക്കാനാണേലും ബിൽഡിങ്ങുമാണ്. സോ ഇപ്പൊ കിടക്കുന്നത് ക്രേസിന്റെ പുറത്താണ്. നാളെ കിടക്കാൻ ഇടയില്ലാതെ വന്നാൽ ഇതുപോലെ പുറത്ത് രണ്ടടിച്ച് കിടക്കാനും നമ്മൾ ബിൽഡിംഗ് ആണ്. മാത്രമേ ഉള്ളൂ, ഫുൾ പവർ. ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ. ഈ കഥയുടെ മുതലാളിമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ എന്റെ കോമഡി ആയിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ വെക്കാറ് ഒരു ഗ്രൂപ്പിലല്ലോ ഇടുമായിരിക്കും എന്നെ നാറ്റിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ പ്രാന്തന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, 2024 കൊച്ചിയിലെ വണ്ടി ഓടിച്ച് അങ്ങ് ഉംലിംഗ്ല മല കയറിയത്. ഉംലിംഗ്ല മല എന്ന് പറഞ്ഞാൽ ഉംലിംഗ്ല വേൾഡ്സ് മോസ്റ്റ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ്. ഹയസ്റ്റ് മോട്ടറബിൾ റോഡില് 19,000 അടി പൊക്കത്തില് ഏകദേശം 4 ഡിഗ്രി, ഐ മീൻ -4 -2 ഡിഗ്രിയിലേക്ക് കണ്ടോ ജാക്കറ്റ് സ്വെറ്റ്ഷർട്ടോ കോപ്പോ ഒന്നുമില്ലാതെ തണുത്ത് മരവിച്ച് പോയ പാർട്ടിയാട്ടോ ഞാൻ. ആൻഡ് ദാറ്റ് ടു ഇൻ 2008 മോഡൽ ജിപ്സി വിത്ത് ആൻ ഓപ്പൺ ടോപ്പ്. മുകളിലെ സോഫ്റ്റ് ടോപ്പ് ആയിരുന്നു. സോഫ്റ്റ് ടോപ്പ് പൊട്ടിപ്പോയിട്ട് വണ്ടി തുറന്നു കിടക്കുമായിരുന്നു. സോ യുനോ എനിക്ക് തണുപ്പ് ഈസി ആയിട്ട് സഹിക്കാൻ പറ്റും. പക്ഷെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ തണുപ്പ് സഹിച്ചെങ്കിൽ പോലും ഓക്സിജൻ ലെവല് ഞാൻ സഹിച്ചില്ല. അങ്ങനെ എന്റെ ഓക്സിജൻ ലെവല് താഴേക്ക് പോയി. ഓക്സിജൻ ലെവല് താഴേക്ക് പോയതിനു ശേഷം ലൈക്ക് എന്റെ ബ്ലഡ് ഓക്സിജൻ ലെവൽ ഏകദേശം 32 അങ്ങോട്ടായി, ഐ മീൻ 38 അങ്ങോട്ടായി. ഞാൻ ട്രിപ്പായി പോയി എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്ക് ബോധമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ ഡൽഹിയിലേക്ക് പോയി അവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വിത്തിൻ ലൈക്ക് ഫ്യൂ മിനിറ്റ്സ് എനിക്ക് ഓക്സിജൻ മാസ്ക് തന്നു. ആൻഡ് ഐ വാസ് റെഡി ഇൻ ലൈക്ക് 10-20 minutes. സെറ്റായി, 10 മിനിറ്റിൽ ഞാൻ സെറ്റായി. പറഞ്ഞാല് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഫുൾ സെറ്റ്, ഓൾ സെറ്റ് സ്ലീപ്പ്. കമ്പിളിപ്പോകൊണ്ട് ഒരു ഹുഡി ഉണ്ട്. ഇപ്പോൾ എനിക്ക് സത്യം പറയാൻ നിലവിൽ ചൂടാണ്, വേർക്കുന്നുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോഴത്തേക്കും തണുപ്പ് ബോഡി ശരിക്കും തണുപ്പ് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഏകദേശം ഒരു 2 ഡിഗ്രി സെൽഷ്യസ്, അതാണ് അതിൻ്റെ അവസ്ഥ 2 അല്ലെങ്കിൽ 4 ഡിഗ്രി അവസ്ഥ. സോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സത്യം പറഞ്ഞാൽ ഡിസംബർ മാസം അല്ല ജാനുവരി മാസം മൂന്നാറിൽ ടെൻ്റ് അടിക്കുന്ന ഒരവസ്ഥ. ഇതിനു മുമ്പേ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. സോ ആ ഒരവസ്ഥയാണ് നിലവിൽ ഇപ്പം എനിക്ക്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്ന് രാത്രി -4 ഡിഗ്രി തോന്നുക. സോ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഒരാളുണ്ട്, അല്ല ഡേ ഷിഫ്റ്റ് വേറൊരാൾ വരാനുള്ളതായിരുന്നു. പക്ഷെ അവർ വന്നില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് 3 ഷിഫ്റ്റ് 3 ഷിഫ്റ്റ് കണ്ടിന്യൂസ്. ലൈക്ക് ഒരു 12 hour, അടുത്ത 12 hour, വീണ്ടും ഒരു 12 hour. സോ 36-38 hours വരും. സോ അവർ വന്നില്ല. ഐസാണെന്നും പറഞ്ഞുകൊണ്ട്, റോട്ടിൽ ഐസാണെന്നും പറഞ്ഞുകൊണ്ട് വന്നില്ല. പക്ഷെ ദെൻ ദ ഫാക്ട് ഇസ് റോട്ടിൽ ഐസ് ശരിക്കും ഇല്ലായിരുന്നു, വരായിരുന്നു, പക്ഷെ വന്നില്ല. എന്നാൽ പിന്നെ എക്സ്ട്രാ അവേഴ്സ് അടിക്കാൻ നോക്കും. എവ്രി അവർ കൗണ്ട്സ്, എവ്രി അവർ കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും സംഭവം. സോ നമ്മുടെ അത്യാവശ്യങ്ങളും നടക്കും. സോ ഓവർ ടൈമും കിട്ടും ആൻഡ് നല്ല ഫുഡും കിട്ടി. നാലും 28ാമത്തെ മണിക്കൂർ അവർ ഷിഫ്റ്റിലേക്കാണ് ഞാനിപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. സോറി, 28 കഴിഞ്ഞ് 29ാമത്തെ മുതലേക്ക് കിടക്കുവാണ്.
എനിക്ക് 38 മണിക്കൂർ ഷിഫ്റ്റ്, ലോങ് ഷിഫ്റ്റ്. 38 36 അത്രയും ലോങ് അവർ ഷിഫ്റ്റാണ്. സോ മുതലാളി വന്നിട്ട് എനിക്ക് കപ്പ, ചമ്മന്തി, മുളക് ചമ്മന്തി, ഉണക്കമീൻ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ നാളായത് ഈ സാധനം കഴിച്ചിട്ട്. ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ മുന്നേ അത് ഞാൻ വീഡിയോ എടുക്കാനും മറന്നുപോയി. രുചി കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണ വീഡിയോ എടുക്കാനായിട്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് വെള്ളം കുടിച്ച് ഇവിടെ ക്യാഷ് ഡീൽ ചെയ്യണമുണ്ടല്ലോ, ഞാൻ കൈയിട്ട് കഴിക്കത്തുള്ളൂ. സാധനം അമ്മച്ചോ കഴിയണില്ല. ഒരാഴ്ചയുണ്ട്. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റാണോ? ഗ്രേവി ഇല്ല, സോ വി കാൺ കോൾ കറി. മാൻ, നമ്മുടെ കേരളത്തിലെ ഫുഡിൻ്റെ രുചി എനിക്ക് അമേരിക്കൻ ഫുഡൊന്നും ഇഷ്ടമല്ല. ഒരു അവധി എടുത്ത് നേരെ പോണത് അമേരിക്കയിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മലയാളി റെസ്റ്റോറൻറ്റിലേക്കേ പോകുള്ളൂ. നാട്ടിലാണോ ഇതൊക്കെ തന്നെ. കാല് എന്ന് പറയുമ്പോൾ 4 മണിക്കൂറാണ്. 34 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു 3-4 മണിക്കൂറോടെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ഒരൊറ്റ ഉറക്കം. ഇവിടെ -4 ഡിഗ്രി തണുപ്പാണ് സെൽഷ്യസിൽ. നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല കൂടി തണുപ്പുണ്ട്. ഞാൻ ഈ തണുപ്പത്തൊക്കെ ടെൻ്റ് അടിക്കാനൊക്കെ ഓർത്തത്. പക്ഷെ ടെൻ്റ് അടിക്കാൻ പോയിട്ട് കക്കൂസിൽ പോകാൻ നേരെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ടെൻ്റ് അടിച്ചില്ല. പക്ഷെ ആദ്യത്തെ ഒരു ദിവസം മഴ ആയതുകൊണ്ട് ഞാൻ പുറത്തല്ല, അകത്താണ് ടെൻ്റ് അടിച്ചത്. അകത്ത് ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല, തണുപ്പല്ല സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ കൂളറിനകത്ത് കയറിയത് ടെൻ്റ് അടിച്ചത്. തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പുറത്താണല്ലോ അകത്താണല്ലോ എല്ലായിടത്തും തണുപ്പുണ്ടായിരുന്നു. പക്ഷേ കൂളറിനകത്ത് കയറിയത് തണുപ്പിന് വേണ്ടിയിട്ടല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. സ്ഥലം നല്ലതൊരു സ്ഥലമില്ലായിരുന്നു, അത്യാവശ്യം എയർ പാസേജും വേണ്ടേ അങ്ങനെ. സോ ഇനി കൃത്യം 3-4 മണിക്കൂറോടെ അതുക്കപ്പുറം വീട്ടിൽ പോകുന്നു. ഉറങ്ങുന്നു. ഏണ്ട പോണടാവേ. 2 ഡിഗ്രി തണുപ്പുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ, ഇങ്ങോട്ട് കടയിലേക്ക് വരുമ്പോൾ. എനിക്കാണ് ബൈക്ക് എടുക്കാതെ ഒരു ഓപ്ഷൻ ഇല്ലാണ്ട് പോയിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനി തൊട്ട് ഇവിടെ 2 ദിവസം നിൽക്കുമായിരിക്കും വേറൊരു സ്ഥലത്ത്, ഇവിടെ തൊട്ടടുത്ത്. സോ ഇങ്ങോട്ട് വരാൻ നേരത്ത് എൻ്റെ ഗ്ലൗസും സാധനങ്ങളും മെയിൻ സാധനങ്ങളെല്ലാം ആണ് അലക്കാനിട്ടിട്ട് ഞാൻ ഉണക്കാൻ പറഞ്ഞു, അതുകൊണ്ട് അതെടുക്കാനും പറ്റിയില്ല. സോ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമുക്ക് ഇത്രയും സ്പീഡിൽ വരുമ്പോൾ -2 -3 നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫീൽസ് ലൈക്ക് ഒരു -10 ഒക്കെ ആയിപ്പോൾ. അപ്പോൾ കൈയൊക്കെ ശരിക്കും ഐസായിപ്പോൾ. അങ്ങനെ ഞാൻ വന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ കൈ കല്ലിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പായപ്പോഴത്തേക്കും 10 മിനിറ്റ് ഞാൻ എത്തും. കല്ലിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റോടെ ഉണ്ട് എനിക്ക് സ്ഥലത്തേക്ക്. അതുവരെ 10 മിനിറ്റോടെ കൂടുതൽ ഓടിച്ചാൽ എനിക്കറിയാം കൈ പോകാൻ പോകുന്നതുമില്ല. പക്ഷേ 20-25 മിനിറ്റോടെ അങ്ങനെ തന്നെ ഓടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൈ പോയാനെ കേട്ടോ, എനിക്ക് കൺഫേമാണ്. കാരണം കൈ ഐസായി കൈ അടിച്ചു പോയാനെ. പക്ഷേ 10 മിനിറ്റ് ഉള്ളൂല്ലോ ഓർത്തിട്ട് ഞാൻ എന്നാ ചെയ്തു, സ്ട്രേറ്റ് വീട് കടയിലേക്ക് ജോലി സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചിട്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പത്തുനിന്ന് നേരെ കടയ്ക്കകത്ത് വാമായിട്ടുള്ള സ്ഥലത്തേക്ക് കയറുന്നതും തല അങ്ങ് കറങ്ങി. കയ്യൊക്കെ അനങ്ങണില്ല, ഓൾറെഡി കല്ലിച്ചു പോയി. തല അങ്ങ് കറങ്ങി. ബ്രെയിൻ ഫ്രീസാണ്, പക്ഷേ തലയിലൊന്നും എനിക്ക് വലിയ തണുപ്പ് ഫീൽ ചെയ്തില്ലായിരുന്നു. എനിക്കൊരു കുഴപ്പമുണ്ട്, ഭയങ്കര മുടിയൊക്കെ ഉണ്ടല്ലോ മേത്തൊക്കെ. സോ തണുപ്പ് അത്ര പെട്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഉള്ളിൽ തണുക്കും, ഉള്ളിൽ മരവിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയാത്തതുകൊണ്ടാണ്. സോ അങ്ങനെ ബ്രെയിൻ ഫ്രീസ് ആയിപ്പോയ ഒരു 10 മിനിറ്റ് കിടന്ന കിടപ്പ്. അനങ്ങണുണ്ടായില്ല, അങ്ങനെയല്ല കേട്ടോ, കിടന്ന കിടപ്പ്. അനങ്ങാൻ പറ്റുള്ള, തലയൊക്കെ കറങ്ങണു, വല്ലാണ്ടായിപ്പോയി. അയ്യോ, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു കർമ്മയുണ്ട്. ആ കർമ്മ വന്നിട്ട് കൈയൊക്കെ ചൂടാക്കി ചൂടുവെള്ളമൊക്കെ തന്ന് സെറ്റായി. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റായിട്ടോ. സോ നമ്മൾ വാണിംഗ് പറയട്ടെ, എല്ലാ അനുഭവത്തിൽ നിന്ന് വേണം പഠിക്കാൻ. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കുകയല്ലോ. എല്ലാ അനുഭവത്തിൽ നിന്ന് പഠിച്ചാലാണല്ലോ നമ്മൾ അത് പാലിക്കത്തുള്ളൂ. എക്സ്പീരിയൻസിൻ്റെ അത്രയും വലിയ സംഭവമൊന്നും വേറെ ഇല്ല. സോ തണുപ്പടിച്ചോ, പക്ഷേ
നമ്മൾ തണുപ്പ് താങ്ങാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പുറത്തെ ഡിഗ്രി എത്രയാണോ അത് ഓൾവേസ് മാറ്റേഴ്സ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് ചുമ്മാ പറയുമെന്നോടെ പുറത്തെ തണുപ്പ് ഓൾവേസ് മാറ്റേഴ്സ്. സോ പ്രിക്കോഷൻസ് എപ്പോഴും എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ നമ്മൾ വീണ് കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ നമ്മുടെ ഉള്ളിൽ തണുപ്പുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ബൈക്ക് മുഴുവൻ ഇതിന് മുമ്പത്തെ മഴയത്തെ ചെളി പിടിച്ച് കിടക്കുക. ഇന്ത്യൻ സ്കൗട്ട് ബോബർ, യെസ് ബിബി.